ക്രിസ്ത്യ ജീവിതത്തിൽ കുറെ മുന്നേറിയ ഒരാൾ. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിലെ ഒരു പ്രധാന പ്രവാചകൻ യിരെമ്യാ പ്രവാചകൻ, ദൈവം പല നിലയിലും ഉപയോഗിച്ച ഒരു ദൈവദാസനാണ്. തൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ കുറിച്ച് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് പ്രയോജനമായിരിക്കും. യിരെമ്യാവിനുണ്ടായ എല്ലാ അനുഭവങ്ങളും നമുക്കുണ്ടായെന്ന് വരികയില്ല, എങ്കിലും സമാനമായ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകുവാനുള്ള എല്ലാ സാധ്യതകളും. നമുക്ക് യിരെമ്യാ പ്രവചനം 15-ാമത്തെ അധ്യായത്തിന്റെ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇത് യിരെമ്യാ പ്രവാചകനോട് കർത്താവ് പറയുന്നതായിരിക്കുന്ന വാക്കുകളാണ്. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് കണ്ണീരൊഴുക്കി വിലപിച്ച പ്രവാചകന്മാരുടെ ആളാണ്. കാരണം യെരൂശലേമിന്റെ നാശം സ്വന്തം കണ്ടുകൊണ്ട് കണ്ടവനാണ്. ഇസ്രായേൽ മക്കളെ ബാബേലിലേക്ക് പ്രവാസികളായി കൊണ്ടുപോകുന്നത് യിരെമ്യാവ് കണ്ടതാണ്. യെരൂശലേമിലെ ദൈവാലയം ഇടിച്ചു കളയുന്നതും തീ വെച്ച് ചുവന്നതും യിരെമ്യാവ് കണ്ടതാണ്. ഇപ്പോൾ ഇസ്രായേലിന് വന്നതായിരിക്കുന്ന ആ ദുരിതങ്ങൾ നേരിൽ കണ്ടവനാണ്. അതിന് അപ്പുറത്തായിട്ട് ആ ദുരിതങ്ങളെ എല്ലാം തടഞ്ഞു നിർത്തുവാൻ ആവശ്യമായിരിക്കുന്ന പ്രബോധനവും പ്രവചന വാക്കുകളും ഇസ്രായേൽ നൽകിയവനാണ്. എത്ര കാലം, എത്ര വർഷമാണ് യിരെമ്യാവ് ഇസ്രായേലിനോട് ദൈവത്തിന് വേണ്ടി സംസാരിച്ചത്, കണ്ണീരോടുകൂടെ സംസാരിച്ചത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ വഴികളെ നേരെയാക്കിയാൽ ബാബേൽ രാജാവ് വരികയില്ല, ഇവിടെ ഒരു അമ്പ് പോലും വീഴുകയില്ല. ദൈവം എന്തെല്ലാം വാഗ്ദത്തങ്ങൾ യിരെമ്യാവ് മുഖാന്തരം കൊടുത്തു. പക്ഷെ അതൊന്നും ഇസ്രായേൽ ജനം കൈക്കൊണ്ടില്ല. ഒടുവിൽ യിരെമ്യാവിന്റെ തന്നെ ചില അനുഭവങ്ങൾ ഞാൻ വിചാരിക്കുന്നു യിരെമ്യാവ് പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോവുകയും അതൊക്കെ കാണുകയും ചെയ്തപ്പോൾ യിരെമ്യാവിന് തന്നെ ഒരു നിരാശയും നീരസവും ദൈവത്തോട് കോപവും ഒക്കെ ഉണ്ടായി. അപ്പൊ അതേക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. യിരെമ്യാവ് തന്നെ കുറിച്ച് ആദ്യം പറയുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ദൈവവചനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത ഒരു ദൈവദാസനാണ് യിരെമ്യാ പ്രവാചകൻ. നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് വേണ്ടി ആർത്തിയോട് അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ, വളരെ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ആഹാരം കണ്ടെത്തിയാൽ എത്ര ആർത്തിയോടെ ആയിരിക്കും അത് ഭക്ഷിക്കുന്നത്. യിരെമ്യാവിന്റെ കാലത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നില്ല ഇസ്രായേലിൽ. യിരെമ്യാ പ്രവാചകനാണ് പ്രധാനമായി പ്രവചിച്ച പ്രവാചകൻ. പിന്നെ കുറച്ച് വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവര് യിരെമ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയില്ല, അനർത്ഥമൊന്നും സംഭവിക്കുകയില്ല, ബാബേലിൽ നിന്ന് നെബൂഖദ്നേസർ സൈന്യം വരികയില്ല, 2 വർഷത്തിനകം അത് പിടിച്ചുകൊണ്ട് പോയവർ തിരിച്ചു വരും എന്നിങ്ങനെ ഒരുപാട് വ്യാജ പ്രവചനങ്ങൾ പറഞ്ഞു. യിരെമ്യാവ് ഒരുപാട് തവണ താനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പൊട്ടക്കിണറ്റിൽ ഇടപെടുകയും ജയിലിൽ തടവറയിലാക്കപ്പെടുകയും ഒക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം. യിരെമ്യാ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് ധാരാളം അറിയാം. ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു മനുഷ്യനാണ്. ആ പ്രവാചകൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ള ഒരു നല്ല സമ്മറിയാണ് കാണുന്നത്. ഒരു ശിഷ്യന്റെ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളായിട്ട് ഈ അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ചിന്തിക്കുന്നത് നന്നാണ്. അപ്പോ ഒന്നാമത് യിരെമ്യാവ് തന്റെ അനുഭവമായിട്ട് ദൈവത്തോട് പറയുന്നത്, നിന്റെ വചനത്തെ ഞാൻ കണ്ടെത്തി അതിനെ ഭക്ഷിച്ചിരിക്കുന്നു. ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ച ഒരു ദൈവദാസനാണ് ഞാൻ, ദൈവമേ എന്നാണ് പറയുന്നത്. ഏതൊരു ഭക്തനും ദൈവത്തോട് പറയുവാൻ കഴിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവമേ, നീ അറിയുന്നു, നിന്റെ വചനം എനിക്ക് ആഹാരമായി. ആർത്തിയോടെ ഞാൻ അത് വായിക്കുകയും ധ്യാനിക്കുകയും അതിലെ സത്യങ്ങൾ മനസ്സിലാക്കുകയും, വിശന്നിരിക്കുന്ന ഒരാൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ ഞാൻ നിന്റെ വചനത്തെ ഭക്ഷിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. ദൈവവുമായുള്ള
നമ്മുടെ ബന്ധത്തിന്റെ ഏറ്റവും പ്രാഥമികമായിരിക്കുന്ന പടി എന്ന് പറയുന്നത് വചനവുമായുള്ള നമ്മുടെ ബന്ധമാണ്. കാരണം നാം ദൈവത്തെക്കുറിച്ച് അറിയുന്ന വചനത്തിൽ കൂടെയാണ്. ദൈവജനത്തിൽ കൂടെ അല്ലാതെ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഒരറിവും കിട്ടുകയില്ല. പ്രകൃതിയെ നോക്കി നമുക്ക് കുറച്ചൊക്കെ കിട്ടും. ആകാശം ദൈവത്തിന് മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം എൻ്റെ കൈവരെ പ്രസിദ്ധമാക്കുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ ഏറ്റവും പ്രധാന ഭാഗം ദൈവജനത്തിൽ കൂടെയാണ് വരുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാതെ ഒരു മനുഷ്യന് ഭക്തനായിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. യിരെമ്യാക്കാരൻ ദൈവത്തോട് പറയുകയാണ്, നിന്റെ വചനം അന്വേഷിച്ച് കണ്ടെത്തി ഭക്ഷിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അനുഭവങ്ങൾ വരുന്നുണ്ട്, അതേക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് രസങ്ങളും ദോഷങ്ങളും ഒന്നും വരികയില്ല. അങ്ങനെയല്ല, അവർക്ക് ആ ദോഷങ്ങളും രസങ്ങളും മുഴുവൻ വരുന്നത്. ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. നീതിമാൻ 7 പ്രാവശ്യം വീഴുന്നു. നീതിമാന്മാരാണ് വീഴുന്ന കൂടുതൽ. പിന്നെ ഒരു വ്യത്യാസം, നീതിമാന്മാരല്ലാത്തവർ 1 പ്രാവശ്യം വീണാൽ പിന്നെ എഴുന്നേൽക്കുകയില്ല. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുക. കാരണം അവൻ നീതിമാനായതുകൊണ്ടും ദൈവത്തിന്റെ സഹായം അവനുള്ളത് കൊണ്ടും. പക്ഷെ വീഴ്ചയ്ക്ക് കുറവൊന്നും വരില്ല, താഴ്ചയ്ക്ക് കുറവൊന്നും വരില്ല, ഉപദ്രവങ്ങൾക്ക് കുറവൊന്നും വരില്ല. അപ്പോ നെഹമ്യാവിന് സാക്ഷ്യമായിട്ട് ദൈവത്തോട് തന്നെ പറയുകയാണ്. ദൈവത്തോട് പറയുന്നത്, ഞാൻ ദൈവമേ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ച ഒരു മനുഷ്യനാണ്. നമുക്കങ്ങനെ പറയാനായിട്ട് കഴിയുമോ എന്ന ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സത്യമായിട്ട് പറയാമോ, ദൈവമേ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ എഴുന്നേറ്റ് അല്പസമയം കോയറ്റെ വിളിക്കുന്ന ഒരാളാണെന്നല്ല, അല്ലെങ്കിൽ ഞാൻ എന്നൊരധ്യായം വായിക്കുന്ന ആളാണെന്നല്ല. അതൊക്കെ നമ്മൾ പലരും ചെയ്യുന്നവരാണ്. അതൊക്കെ സാധാരണ വിശ്വാസി ചെയ്യേണ്ടതായിരിക്കുന്ന മിനിമം കാര്യങ്ങളാണ്. എല്ലാ ദിവസവും ദൈവവചനത്തിൽ നിന്ന് അല്പമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു ഭക്തൻ അങ്ങനെയല്ല, അവന് ആഹാരം കഴിക്കുന്നത് പോലെയാണ്. ഞാൻ ഇന്നത്തെ ദിവസം ഒരല്പം ആഹാരം കഴിച്ചു എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുക, എന്താ അങ്ങനെ, രോഗം വല്ലതും ഉണ്ടോ, വിശപ്പില്ലേ, ദഹനക്കേടുണ്ടോ, എന്താ ഒരല്പം ആഹാരം? എന്നാൽ നേരെ മറിച്ച് വേറൊരാൾ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും സമൃദ്ധിയായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറയുന്നതുമായിട്ട് എന്തൊരു വ്യത്യാസമാണ്. ഞാൻ എല്ലാ ദിവസവും സമൃദ്ധിയായി ആഹാരം കഴിക്കും, ദൈവം എനിക്ക് നല്ല വിശപ്പ് തന്നിട്ടുണ്ട്, കഴിച്ചാൽ നല്ല ദഹനം തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് എനിക്ക് നല്ല സംതൃപ്തിയുണ്ട്. അതാണ് ഒരാരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. യിരെമ്യാവിന്റെ കാഴ്ചപ്പാടും അതാ, ഞാൻ നിന്റെ വചനം അല്പമായിട്ടൊക്കെ രുചിച്ച് നോക്കുന്ന ആളാണ്, വല്ലപ്പോഴൊക്കെ ഒന്ന് വായിക്കുന്ന ആളാണ്, ഇടയ്ക്കിടയ്ക്ക് കോയറ്റ എടുക്കാറുണ്ട് എന്നുള്ളതല്ല. ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ പറയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കേണ്ടതാണ്. 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 16-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് തൊട്ട് മുകളിലുള്ളതായിരിക്കുന്ന പ്രസ്താവനയാണ് ഇപ്പൊ വായിച്ചത്. ഞാനത് രണ്ടാമത് വായിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നത് ഈ മനുഷ്യൻ? അനുകൂലമായൊരു സാഹചര്യത്തിലാണോ? നമ്മളിപ്പോഴൊക്കെ സുഖമായിട്ട് രാത്രി കിടന്നുറങ്ങി 6 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കം കിട്ടി രാവിലെ എഴുന്നേറ്റു, ഒരു കാപ്പിയൊക്കെ കുടിച്ചു, എന്നാൽ ഇപ്പോൾ അജ്മായിട്ട് 5 നേരം ഇരുന്ന് വായിച്ചു. അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴല്ല ഈ പറയുന്നത്. ഈ 15-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലധികം പറയാത്ത കാര്യങ്ങളാണ്, പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എന്നെ ഓർത്ത് സന്ദർശിക്കണമേ, എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ, നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുത്, നിന്റെ നിമിത്തം ഞാൻ നിന്ന സഹിക്കുന്നു എന്നോർക്കണമേ. ദൈവത്തോടുള്ള യിരെമ്യാവിന്റെ ബന്ധമാണ് യിരെമ്യാവിനെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം വരുത്തുന്ന പോലെ, നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു. കർത്താവ് നിമിത്തം നമ്മൾ വല്ല നിന്ന് ഈ അടുത്ത കാലത്തെ കാണാൻ സഹിക്കാറുണ്ടോ? സഹിച്ചിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ചെവിക്കുറ്റിക്കൊരടി കൊണ്ടു, ബൈബിൾ വായിച്ചത് കൊണ്ട്, സുവിശേഷം പറഞ്ഞത് കൊണ്ട് കല്ലേറ് കൊണ്ടു, ആളുകളുടെ ഭീഷണി, നമുക്കങ്ങനെ നമ്മൾ വല്ലപ്പോഴും വല്ല ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന എന്തെങ്കിലും വേണ്ടാതിനെ കാണിക്കുന്നത് കൊണ്ടോ നമ്മുടെ ബുദ്ധികൾ കൊണ്ടോ ഒക്കെയാണ് നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും വരുന്നതൊക്കെ നമ്മുടെ ബുദ്ധികൾ കൊണ്ടുണ്ടാവും. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് ചാടി നഷ്ടം വരുന്നു. പക്ഷെ യിരെമ്യാ പറയുന്നത് അങ്ങനെയല്ല. യിരെമ്യാ ഒരു ഭക്തനായി ജീവിച്ച മനുഷ്യനാണ്. നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് ഓർക്കണമേ. യിരെമ്യാ ഒരുപാട് നിന്ന് സഹിച്ചവനാണ്. എത്ര പ്രാവശ്യം രാജാവ് യിരെമ്യാവിനെ വിളിച്ച് അവിടെ പ്രഭുക്കന്മാരെല്ലാവരും കൂടെ അവനെ പിടിച്ച് കുഴിയിലിടുകയും
ഓരോ വീടുകൾ ഹൗസ് അറസ്റ്റ് നടത്തുകയും ഒക്കെ ചെയ്തു. ഒരുപാട് കഷ്ടത അനുഭവിച്ച മനുഷ്യനാണ്. അപ്പോൾ ആ കഷ്ടതകളുടെ പശ്ചാത്തലത്തിൽ യിരെമ്യാവിന് പറയാനുള്ളത് എന്താണ്? ഞാൻ നിന്റെ വചനം കണ്ട് ഭക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഈ പ്രയാസമൊക്കെ വരുന്നപ്പോൾ ഒരുപാട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരെ, ഒരു കേസ് വരിക, പോലീസ് നമ്മളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുക, അയൽക്കാർ ഉപദ്രവിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ ആശ്വാസത്തിന് വേണ്ടി വല്ല വചനവും എപ്പോഴെങ്കിലും ഒരു വാക്യമൊക്കെ നോക്കിയെന്ന് വരും. അറിയാവുന്ന ഒരു വാക്യമൊക്കെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നൊക്കെയുള്ള വാക്യം നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നല്ലാതെ വചനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന അധ്യായങ്ങൾ വായിച്ച് മണിക്കൂറുകൾ വചനത്തിലിരുന്ന് വായിക്കുന്നത് നമ്മളെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ പറയും സമാധാനമില്ലാതെ എങ്ങനെ വചനം വായിക്കുന്നത്, സമാധാനമില്ലാതെ എങ്ങനെ വചനം വായിക്കുന്നത്. യിരെമ്യാവ് അങ്ങനെയല്ല, സമാധാനം ഒട്ടും ഇല്ലാത്തപ്പോഴാണ് ഈ വചനം വായിക്കുന്നത്. താൻ വചനത്തെ അത്ര സ്നേഹിച്ച ഒരാളാണ്, ദൈവത്തെ അത്ര സ്നേഹിച്ച ഒരാളാണ്. അപ്പോൾ ദൈവവചനത്തോടുള്ള തന്റെ സമർപ്പണം ഏത് പശ്ചാത്തലത്തിലാണ്? ചുറ്റുപാട് ഉപദ്രവങ്ങൾ തന്നെ വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. തന്റെ സാക്ഷ്യമാണെന്ന് പറയുന്നത്. ഉപദ്രവങ്ങൾക്ക് മധ്യത്തിൽ, വളരെ ഉപദ്രവങ്ങൾക്ക് മധ്യത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കണം. നമ്മുടെ ക്രിസ്തീയത്തിന്റെ യാഥാർത്ഥ്യം അളക്കുന്നത് അനുകൂലമായ സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനല്ല, പ്രതികൂല സാഹചര്യങ്ങളിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിനാണ്. സന്തോഷമുള്ളപ്പോൾ നാം പാട്ടുപാടിയാൽ നല്ല കാര്യമാണ്. അങ്ങനെ യാക്കോബ് പറഞ്ഞല്ലോ, സന്തോഷിക്കുന്നവൻ പാട്ടുപാടട്ടെ, ദുഃഖിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെന്ന്. പക്ഷെ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും സന്ദർഭത്തിൽ നമുക്ക് പാട്ടുപാടാൻ കഴിഞ്ഞാൽ അത് യാക്കോബ് പറഞ്ഞതിനേക്കാൾ ഒരടി മുന്നോട്ട് പോയി. അപ്പോൾ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. യിരെമ്യാവ് ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിച്ചവനാണ്. കർത്താവ് നിമിത്തം നിന്ന അനുഭവിച്ചവനും കഷ്ടത അനുഭവിച്ചവനുമാണ്. യഹോവയുടെ സന്ദേശം സത്യസന്ധമായി ദൈവജനത്തോട് അറിയിക്കുന്നതിൽ യിരെമ്യാവ് ഏറെ വിശ്വസ്തത കാണിച്ച ഒരു മനുഷ്യനാണ്. വളരെ വിശ്വസ്തത കാണിച്ച ഒരാളാണ്. പക്ഷേ ആ വചനമൊന്നും ദൈവജനം സ്വീകരിച്ചില്ല. അവരതൊന്നും അംഗീകരിച്ചില്ല. പ്രഭുക്കന്മാരും രാജാക്കന്മാരും യിരെമ്യാവിനെ ഏറെ ഉപദ്രവിച്ചു. ദൈവം തന്നതായിരിക്കുന്ന പ്രവചനങ്ങൾ എഴുതി ബാരൂക്കിനെ കൊണ്ട് എഴുതിച്ച് അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ എന്താ ചെയ്തത്? രാജാവ് ചുരുളെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി നെരിപ്പോടിലിട്ട് കത്തിച്ച് കളയുക ചെയ്തത്. അതാണ് രാജാവിന്റെ പ്രതികരണം, വചനത്തോടുള്ള പ്രതികരണം. യിരെമ്യാവിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അത് എഴുതുക. അങ്ങനെ രാജാവ് അത് എഴുതി മുറിച്ച് ചുട്ടുകളഞ്ഞപ്പോ യിരെമ്യാവ് വീണ്ടും ആ വചനങ്ങളെ ബാരൂക്കിന് പറഞ്ഞു കൊടുത്ത് അത് എഴുതിച്ചു. യിരെമ്യാവ് പ്രവചനത്തിന്റെ മുഴുവൻ എഴുതിക്കുക എല്ലാവരും ഒരു ഭാഗമായിരിക്കും എഴുതിയത് ആ സമയത്ത്. എന്നാലും അതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ യിരെമ്യാവിന് വചനത്തോട് എന്തൊരു താല്പര്യമാണ് ഉള്ളത്. അപ്പോൾ ക്രൂശിനെ ഭയമില്ലാത്ത ഒരു ശിഷ്യൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമെങ്കിൽ ആ ശിഷ്യനെ കുറിച്ച് ഞാൻ പറയുന്നത് അവനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ആർക്കും കഴിയില്ല. ക്രൂശിനെ ഭയമില്ലാത്ത ഒരു ശിഷ്യനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. പത്രോസ് ഈ ഉപദ്രവങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ കഷ്ടം നമുക്ക് ഒരു ഡിഫൻസ് വെപ്പണായിട്ട്, ഒരു പ്രതിരോധ ആയുധമായിട്ട് നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പത്രോസ് അങ്ങനെയാ പറഞ്ഞത് എൻ്റെ ലേഖനത്തിൽ. ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന നിന്ദകൾ നമുക്ക് നമ്മുടെ പ്രതിരോധ ആയുധമാണ്. എപ്പോഴും അങ്ങനെയാണ്. എത്ര തല്ലിയാലും, എത്ര അഴിച്ചാലും, എത്ര ഉപദ്രവിച്ചാലും, എത്ര അപവാദങ്ങൾ പറഞ്ഞാലും അതൊന്നും നമ്മളെ കാര്യമായി ഏശാതെ നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും വായിക്കുകയും സഭായോഗത്തിന് പോവുകയും സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി നമുക്ക് പറയാൻ കഴിയും യഥാർത്ഥ ശിഷ്യനാണ്. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒന്നും കണ്ണുരുട്ടി കാണിച്ചാൽ വിശ്വാസവും പോയി, സുവിശേഷവേലയും തീർന്നു, സഭാജീവിതവും തീർന്നു, എല്ലാം തീർന്നു. ഇനിയും മേലാൽ ഈ ബൈബിളും കൊണ്ട് കണ്ടാൽ നിന്നെ ഞങ്ങൾ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ബൈബിൾ എടുക്കുകയില്ല മരിക്കുന്നവരെ, അല്ലെങ്കിൽ വേറെ രാജ്യത്ത് പോയി എടുക്കത്തുള്ളൂ. ഇനി മേലാൽ ഈ സുവിശേഷം പ്രസംഗിച്ചാൽ നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ രസകരമായ ഒരു അനുഭവം നിങ്ങളോട് പറയുന്നു. പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളുടെ പരസ്യവും നടത്തി. ഞങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ ഉപദ്രവങ്ങളിലൊന്നും അവിടെയാണ് നടന്നത്. അത് മാത്രമല്ല, അവിടെയാണ് നടന്നതെങ്കിൽ പ്രധാനമായിട്ട് ഒരു സഹോദരൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരു 10-60 പേരെങ്കിലും കാണുന്ന ഒരു വലിയ സംഘം അടിയടാ കൊല്ലടാ പിടിക്കടാ എന്നും പറഞ്ഞ്
ഇനി റോഡിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോഴാണ് ഞാൻ ചെറിയ പ്രസംഗിക്കാൻ തുടങ്ങുക. രണ്ടാമത്, പ്രിയ സഹോദരന്മാരെ, നിങ്ങളോട് നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ചില സമൂഹം എല്ലാം കൂടെ കയറി വന്ന് നീ പറയുമ്പോടാന്ന് ചോദിച്ചു. കയറിയൊരു പിടിയാണ്. നീ പറയുമ്പോടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജീവനുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. മൂക്കിൽ ജീവനുള്ളിടത്തോളം കാലം പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയാൻ അന്നേരം എനിക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് എനിക്ക് ഇപ്പോഴറിയില്ല. സാധാരണഗതി പറയേണ്ടതില്ല, നിങ്ങൾ എന്നെ ഒന്ന് ഉപദ്രവിക്കരുത്, ഇനി മേലെ ഞാൻ പ്രസംഗിക്കില്ല എന്നാണ് പറഞ്ഞ് രക്ഷപ്പെടേണ്ടത്. പക്ഷെ നീ പ്രസംഗിക്കുമെന്ന് ചോദിച്ചപ്പോൾ ജീവനുള്ള കാലം മുഴുവൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പറയാനും അല്ല, നമുക്ക് എങ്ങനെയാ പറയുന്നത്? ഒരമ്മായിക്കൊക്കെ വാങ്ങിച്ചിട്ട് റോഡിലേക്ക് ഒരൊറ്റ ഏറാണ്. എറിഞ്ഞിട്ട് പിന്നെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായി. അന്ന് CV ജോസഫ് പോലും മരിച്ചു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. തൻ്റെ കഴുത്തിന് പിടിച്ച ഒരാൾ കഴുത്തിന് ഞെക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് താഴെ ഇട്ടു. ഈ കഴുത്ത് ഞെക്കിപ്പിടിച്ച് പൊക്കിയപ്പോൾ ഈ രണ്ട് കണ്ടും ഈ പുറത്തോട്ടിഞ്ഞ് വന്നു. രണ്ട് കണ്ടും ശ്വാസം വിടാൻ വയ്യാതെയായി. ഞങ്ങളെല്ലാം വിചാരിച്ച് മരിച്ചു പോകുന്നു. ഏതായാലും മരിച്ചില്ല. അത്ര ഭയങ്കരമായ സംഭവം അന്നുണ്ടായി. സഞ്ചരിച്ച ജീപ്പ് കത്തിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു വിധത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ചില സന്ദർഭങ്ങളില് നമ്മുടെ വിശ്വാസത്തിന്റെ ധൈര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പരിശോധന വരും. ഇനിയും ഞാൻ പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഉപദ്രവം ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ഉപദ്രവം വന്നാലും ജീവനത്തിലുള്ള കാലം പ്രസംഗിക്കുമെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ പറയാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അതെന്റെ ധൈര്യം കൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ഇരമ്യാവ് അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഇരമ്യാവിനോട് തുലനം ചെയ്യാൻ ഒരു വിധത്തിലും സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നത് തന്നെ ഇരമ്യാവിനോട് ചെയ്യുന്ന ഒരു അനീതിയും ഞാൻ ചെയ്യുന്ന ഒരു പാപവുമാണ്. കാരണം ഇരമ്യാവ് ആരാ, ഞാനാരാ? പക്ഷെ ഇരമ്യാവ് അങ്ങനെയാണ്. എത്ര ഉപദ്രവങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും, എത്ര പരിഹാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അതെല്ലാം ധൈര്യമായി നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് ധൈര്യമായിട്ട് ദൈവത്തോട് തന്നെ പറയുവാൻ കഴിഞ്ഞ ഒരാളാണ്. സങ്കീർത്തനങ്ങളിലൊക്കെ നിന്റെ നിമിത്തം ഞങ്ങളെ കൊല്ലുവാൻ കൊണ്ടുപോകുന്നു, ഞങ്ങളെ ഉപദ്രവിക്കുന്നു, അറക്കാൻ കൊണ്ടുപോകുന്ന ആളുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞായിട്ട് നമുക്കറിയാം. ദേവദാസന്മാരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനേക അനർത്ഥങ്ങളൊക്കെ ഉണ്ട്. ജഡ്സൺ എന്ന് പറയുന്നതായിരിക്കുന്ന മിഷനറിയെ ബർമായിൽ ഉപദ്രവിച്ചത് ലോകത്തിലൊരു മനുഷ്യരോടും ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ അതിൻ്റെ രണ്ട് കാലും മേളില് സീലിങ്ങിൽ കെട്ടി താഴേക്ക് തൂക്കിയിട്ടു. ഒരു വർഷം അങ്ങനെ കിടന്ന അവസ്ഥയിൽ വിചാരിച്ചു എന്തൊരവസ്ഥയാണ്. അത്ര ഉപദ്രവങ്ങൾ താൻ സഹിച്ചു. എന്നിട്ടും ദൈവം തന്നെ അവിടുന്ന് രക്ഷിച്ചു. താൻ തൻ്റെ വിശ്വാസമൊന്നും തന്നെ കളഞ്ഞില്ല. അവിടുന്ന് അഴിച്ചുവിട്ടപ്പോ വേറെ സ്ഥലത്തേക്ക് മാറി. അവിടെ തന്നെ അടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറി താൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. അവിടെയും തന്നെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ഉപദ്രവിച്ചു. കഷ്ടതകളുടെയും ഉപദ്രവങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തിന്റെ വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ദൈവവചനം കണ്ടെത്തി ഭക്ഷിച്ചു എന്നാണ്. ഈ കണ്ടെത്തി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു അന്വേഷണം നടത്തിയെന്നാണ്. ഒരു സാധനം കണ്ടെത്തണമെങ്കിൽ അന്വേഷിക്കണമല്ലോ. അബദ്ധവശാൽ വന്ന് ചേർന്നതല്ല, കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യഹോവേ, നിനക്ക് പറയാനുള്ളത് പറയണമേ, അടിയൻ കേൾക്കുന്നു എന്ന മട്ടിൽ ആണ് യിരെമ്യാവ് ദൈവവചനവുമായി ദൈവത്തോട് അടുത്തത്. ദൈവജനത്തിനായുള്ള സത്യസന്ധമായ ഒരു വിശപ്പും ദാഹവും യിരെമ്യാവിനുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വിശ്വാസികൾക്കില്ല എന്നുള്ളത് സത്യമാണ്. ഒരു മഴ പെയ്താൽ മതി, ബൈബിൾ ക്ലാസ്സിന് വരുന്നില്ല. മഴയായിരുന്നു. ഇത്രയും മഴയാണെങ്കിലും പിള്ളേരെ സ്കൂളിൽ വിടും രാവിലെ. ഇത്രയും മഴയാണ്. 2-3 വയസ്സുള്ള പിള്ളേർ ഒരു കെട്ട് പുസ്തകമായിട്ട് വിടും. ചില മഴ പെയ്തുകൊണ്ട് വൈകിട്ട് ഒരു ചെറിയ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പ്രയാസം. താല്പര്യമില്ലെന്നുള്ളതാണ്, വേറൊന്നുമല്ല. മഴയാണെങ്കിൽ ജോലിക്ക് പോകും. സദൃശവാക്യങ്ങൾ ഇങ്ങനെയൊരു വാക്യമുണ്ട്: നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്ര ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവവചനവും സത്യവും നിമിത്തം നീ ഒരു ആദായം ഉണ്ടാക്കാമെന്നല്ല ചിന്തിക്കുന്നത്. പിന്നെ നീ വലിയ വില കൊടുത്ത് ദൈവവചനം
സ്വന്തമാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇന്നെല്ലാവരും ദൈവവചനം വിറ്റ് കാശ് വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അതിപ്പോ ബൈബിൾ കോളേജ് നടത്തിയോ, സെമിനാരി നടത്തിയോ, സുവിശേഷ സംഘങ്ങൾ നടത്തിയോ, സൊസൈറ്റികൾ നടത്തിയോ, അനാഥശാല നടത്തിയോ, എന്തുവരെ നടത്തിയാലും എന്തെങ്കിലും ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടത്തി അതൊരു കുടുംബത്തിന്റെ വലിയ നേട്ടമായി, ഉപജീവന മാർഗമായി അങ്ങനെയൊക്കെ ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇരിമ്യാവൊന്നും ഈ ബൈബിൾ എഴുതുകാരെന്നല്ല, താൻ ഇരിമ്യാ പ്രവചനം എഴുതി, വിലാപങ്ങൾ പുസ്തകം എഴുതി, ബൈബിൾ എഴുതി എന്തെങ്കിലും കാശുണ്ടാക്കിയോ? ബൈബിൾ എഴുതി എന്തെങ്കിലും കാശുണ്ടാക്കിയോ? ഒത്തിരി ബൈബിൾ പ്രസംഗിച്ചല്ലേ? ബൈബിൾ പ്രസംഗിച്ച് ഒരു നേരത്തെ ആരെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ലേ. അപ്പോസ്തലന്മാർക്ക് കിട്ടിയോ? 14 ലേഖനങ്ങളോളം പൗലോസ് എഴുതി, അതിന്റെ റോയൽറ്റി കൊണ്ട് തനിക്ക് തന്റെ സന്തതി, തന്റെ ബന്ധത്തിൽപ്പെട്ടവർക്കും പിൽക്കാലത്ത് ഒരുപാട് കാശ് കിട്ടിയോ? ഇല്ല. അവരൊന്നും അങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി ചെയ്ത ശുശ്രൂഷകളല്ല. അത് വചനം കണ്ടെത്തി അത് ഭക്ഷിക്കണം. ഇപ്പൊ ഭക്ഷിക്കുക എന്നതുകൊണ്ട് ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ആഹാരമായി അതിനെ കണ്ട് സ്വന്തമാക്കുക. വായനയിലും ധ്യാനത്തിലും അനുസരണത്തിലും പങ്കുവയ്ക്കലിലും ഒക്കെ ദൈവവചനം അത് അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ അനുഭവം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് ഇവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ആ വാക്യത്തിൽ 16-ാമത്തെ വാക്യത്തിൽ നിന്റെ വചനം കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ്? അതാണ് എൻ്റെ ഹൃദയത്തിൽ അത് ആനന്ദവുമാകുന്നു. അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ് കേട്ടോ. ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. നമ്മൾ ചിലപ്പോൾ നിർബന്ധം കൊണ്ട് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ബൈബിൾ ക്ലാസ്സിന് പോവുകയൊക്കെ ചെയ്യും, നിർബന്ധം കൊണ്ട്. കാരണം ചിലരൊന്നും നിർബന്ധമാണ്, അങ്ങനെ ചെല്ലാത്തവർക്ക് പിന്നെ ചോദിക്കും, കാണുമ്പോൾ എന്താ വന്നില്ലല്ലോ, പിന്നെ അവരെന്തെങ്കിലും ഒരു ഉപദേശം പറയും, ഇങ്ങനെ ജീവിച്ച പോരാന്നൊക്കെ പറയും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് പോയേക്കാം. അവിടെ ഒന്നും ആനന്ദം കണ്ടെത്തുന്നില്ല. ആനന്ദം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ആനന്ദം കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി എന്നാണ്. നിന്റെ വചനങ്ങൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മക്കൾ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമ്പോൾ, സെലക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദമാണ്. ഒരു പരീക്ഷ എഴുതി നമുക്ക് പാസ്സായി കഴിഞ്ഞാൽ ഭയങ്കര ആനന്ദമാണ്, അല്ലേ? നമ്മൾ വളരെ ആഗ്രഹിച്ചിരുന്ന ദൈവം നമുക്കൊരു കുഞ്ഞിനെ തരുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. പക്ഷെ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ഒരു ദിവസം മുഴുവൻ അവധിയെടുത്ത് എന്ത് ചോദിച്ചു പോകുന്നത്? ബൈബിൾ വായിക്കാൻ പറ്റി ഞാൻ ഉപയോഗിക്കാം. ഒരു കാശിൽ എടുക്കാം, അല്ലെ വിത്തൗട്ട് പേ ഒരു ദിവസം ബൈബിൾ വായിക്കാൻ പറ്റി അങ്ങനെ ചെയ്യാറുണ്ട്. അത്തരം പോഷത്തെ ചെയ്യാത്ത ഗവൺമെന്റുകളാണ് നമ്മളല്ലേ? അങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല. ബൈബിൾ വായിക്കണം. ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഫൈനൽ ഇയർ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു അങ്കിളിൻ്റെ കൂടെ താമസിക്കുന്നു. രാത്രി 3 മണിയായിട്ടും ഈ ലൈറ്റ് കിടക്കുന്ന കണ്ട അങ്കിള് ഞാൻ ഉറങ്ങുകയാണോ ലൈറ്റ് ഇട്ടെന്ന് അറിയാൻ, എന്ത് ചെയ്യാന്നറിയാനായിട്ട് അത് തുറന്നു വന്നപ്പോൾ ഞാൻ ബൈബിൾ വായിച്ചോണ്ടിരിക്കുക. 3 മണിക്ക് ദിവസം രാവിലെ പരീക്ഷയാണ്. എൻ്റെ അങ്കിളിനെ ഇത്രയും ചൂടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബൈബിൾ എന്താന്നുള്ള അതിനൊക്കെ നാളെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ബോധമില്ല. നാളെ ഇതിന്റെ ഫൈനൽ എക്സാമാ, ബൈബിൾ വായിച്ചോണ്ടിരുന്നോളാം പറഞ്ഞു. എനിക്ക് ബൈബിൾ വായിച്ചോണ്ടിരുന്നതിലാണ് വലിയ സന്തോഷം. അതുവരെ ലോയൊക്കെ പഠിച്ചോണ്ടിരുന്നു, വലിയ സന്തോഷമൊന്നും തോന്നിയില്ല. ബൈബിൾ വായിച്ചോണ്ടിരുന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അതൊക്കെ നമ്മുടെ ഓരോ സന്തോഷമാണ്. അവരവർക്ക് സന്തോഷം തരുന്ന വിഷയങ്ങളല്ലേ അവരവർ ചെയ്യുന്നത്. അങ്ങനെയാ, അവരവർക്ക് സന്തോഷം തരുന്ന വിഷയങ്ങളാണ്. ഇരമ്യാവിന് സന്തോഷം കൊടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ദൈവവചനം കണ്ടെത്തി ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, അത് ചവിച്ചുകൊണ്ടിരിക്കുക, അയവിറക്കിക്കൊണ്ടിരിക്കുക. ഭയങ്കര സന്തോഷം. എൻ്റെ ഹൃദയത്തിന് ആനന്ദവും എനിക്ക് സന്തോഷമാണെന്നാ പറഞ്ഞത്. 2 പ്രാവശ്യം ആ വാക്ക് സന്തോഷമെന്നും ആനന്ദമെന്നും എടുത്തു പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ തീവ്രത കാണിക്കാൻ, ഇന്റൻസിറ്റി കാണിക്കാൻ, എത്ര ആഴമായി താൻ അതിൽ സന്തോഷിച്ചു എന്നുള്ളതാണ്. പൗലോസിനെ കുറിച്ച് അനന്യാസിനോട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ആദ്യമായിട്ട് അനന്യാസിനൊക്കെ ചെന്ന് അവനെ കണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ കർത്താവ് ഒരു കാര്യം അന്യാസം അവൻ പ്രാർത്ഥിക്കാവുന്നു. അങ്ങനെ അവൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അനന്യാസം ഭയങ്കരമായിട്ട് സന്തോഷിച്ചാണ്.
പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനകത്ത് പിന്നെ പേടിക്കാനില്ല. കാരണം അനൂപ് അനന്യാസ് പറഞ്ഞു, അയ്യോ അവൻ യെരൂശലേമിലെ ആളുകളെ കൊന്നതാണ്, വിശ്വാസികളെ. ദമസ്കോസിലും ക്രിസ്ത്യാനികളെ കൊല്ലാനായിട്ട് എഴുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം പത്താ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. അത് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയും ബൈബിൾ വായിക്കുന്ന മനുഷ്യരെയും ഒന്നും ആർക്കും പേടിക്കാൻ ആവശ്യമില്ല. പേടിക്കാൻ ആവശ്യമില്ല. ഒരു വിധവയും രണ്ട് പെൺമക്കളും മാത്രം താമസിക്കുന്ന ഒരു വീട്, ചെറിയ വീടാണ്. ഒരു മനുഷ്യനും അയാളുടെ കാറ് ബ്രേക്ക് ഡൗൺ ആയി ഈ വീടിന്റെ പടിക്ക് വന്നു. രാത്രിയാണ്, 1 മണിയായി, രാത്രിയായ സമയമാണ്. കാറ് ബ്രേക്ക് ഡൗൺ ആയി. എങ്ങോട്ട് പോകാനാ? നോക്കിയപ്പോൾ ഒരു ചെറിയ വീടേ ഉള്ളടുത്ത് വേറെ വീടുകളൊന്നുമില്ല. കണ്ടാൽ തന്നെ അറിയാൻ പാവപ്പെട്ട ഒരു വീടാണ്. ഏതായാലും അവിടെ ചെന്ന് മുട്ടിയപ്പോൾ ആ അവിടുത്തെ വിധവയായ തള്ള വന്ന് വാതിൽ തുറന്നു. എന്താന്ന് ചോദിച്ചു. എൻ്റെ വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, എനിക്കിനിയിപ്പോൾ രാവിലെ കടയൊക്കെ തുറന്നിട്ട് വർക്ക്ഷോപ്പ് തുറന്നിട്ട് അത് ശരിയാക്കാനൊക്കെ, രാത്രി ഒന്നിരിക്കുന്നാൽ മതി, കിടക്കണ്ട, ഒന്നിരിക്കാൻ നിങ്ങളുടെ ഈ വരാന്തെ വല്ലതും എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആശ്രയം വിചാരിച്ച് ദൈവം 2 ടീനേജേഴ്സായിട്ടുള്ള 2 പെൺകുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. ഒരു പരിചയം ഇല്ലാത്തൊരു മനുഷ്യനെ, അങ്ങനെ അത്ര ബന്ധവസായിട്ടുള്ള ഒരു വീടുമല്ല, ഒരു പഴയ വീടാണ്. എങ്ങനെയാ ഈ മനുഷ്യനെ കയറ്റി താമസിപ്പിക്കുന്നത്? ഈ രാത്രി 1 മണിയായ സമയത്ത് അയാളോട് ഒക്കില്ലെന്ന് പറഞ്ഞാൽ അയാളെ എങ്ങോട്ട് പോകും? അടുത്തേക്ക് വീട്ടിൽ എന്ത് നടന്നു പോവുകയും വേണം. എന്ത് ചെയ്യും? ഏതായാലും അവർ പ്രാർത്ഥിച്ചു പറഞ്ഞു ആ വരാന്തയിൽ ഒരു ചെറിയ കട്ടിലുണ്ടായിരുന്നു, അവിടെ കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് അവർ പേടിച്ചാണ് പോയി അകത്തെ ഉണ്ടാക്കാത്തൊക്കെ നടച്ചൊക്കെ ഇരുന്നു. എങ്കിലും അവർക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അവർ ജനലിൽ കൂടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അയാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. തള്ള പറഞ്ഞു, പിള്ളേരുടെ പേടിക്കണ്ട, കിടന്നുറങ്ങിക്കോളം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പിന്നെ അവരെ ബലാത്കാരം ചെയ്യാനും കൊല ചെയ്യാനും ഒന്നും പോകില്ലല്ലോ. സന്തോഷത്തോടെ സമാധാനത്തോടെ രാത്രിയിൽ അവിടെ കിടന്ന് അവരുറങ്ങി. അവരും ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. അവർക്കുണ്ടായിരുന്ന അല്പം കൊണ്ട് കട്ടക്കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ വണ്ടി നന്നാക്കി പോവുകയും ചെയ്തു. അറിയാതെ ദൂതന്മാരെ സൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ അവിടെ എല്ലാം നോക്കിയപ്പോൾ വളരെ ചോർന്നൊലിക്കുന്ന ഒരു വീട്, പഴയ ഒരു വീട്, ഏത് സമയത്ത് നിലമ്പത്താവുന്ന ഒരു വീട്. അയാള് ഇപ്പൊ കാശൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അയാളുടെ ചെക്ക് ബുക്ക് എടുത്ത് ഒരു ചെക്ക് എഴുതി, 50,000 രൂപയുടെ ചെക്ക് എഴുതി ആ കട്ടിലേല് തലവണിടയ്ക്ക് അവിടെ അങ്ങനെ വെച്ചു. പോരുമ്പം നന്ദി പറഞ്ഞു. അവരയാൾ പോയി കഴിഞ്ഞ് കട്ടിലുമൊക്കെ എങ്ങനെ വിരിയൊക്കെ നേരെ ഇടാൻ ചെന്നപ്പോൾ കൊണ്ടൊരു ചെക്ക് ഇരിക്കുന്നു, 50,000 രൂപ. അതെ. അപ്പൊ അറിയാതെ ദൈവദൂതന്മാരെ ചിലപ്പോ അങ്ങനെ സൽക്കരിക്കും. അതെ. എല്ലാ ദൈവദൂതന്മാരും അങ്ങനെ ചെയ്യില്ലല്ലേ. ചെയ്യുന്നവരെ ദൈവദൂതന്മാരെന്ന് പറയുന്നത്, അല്ലാത്തവരെ ദൈവദൂതന്മാരെന്ന് പറയില്ല. ദൂതന്മാരെന്നോ ഉപദ്രവിക്കുന്നവരെ സാധാരണ ദൂതന്മാരെന്നോ ഒക്കെ പറയാനായിട്ട് സാധിക്കും. ഏതായാലും യിരെമ്യാ പ്രവാചകനെ ദൈവത്തിന്റെ വചനം കണ്ടെത്തി സന്തോഷിച്ച ഒരു മനുഷ്യനാണ്. നാം ദൈവവചനത്തിൽ പ്രബോധിക്കണം. 16-ാമത്തെ വാക്യത്തില് പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ നിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. യിരെമ്യാവിനെ അറിഞ്ഞത് യഹോവയുടെ പ്രവാചകൻ എന്നാണ്. യഹോവയുടെ പ്രവാചകൻ, അതെ, എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ എല്ലാവർക്കും അറിയാം. ഇന്ന് യഹോവയുടെ പ്രവാചകനായിട്ട് ഒരാളുണ്ട്, യിരെമ്യാവാണ്. അപ്പൊ യിരെമ്യാവ് പറയാണ്, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഈ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ട്, കഷ്ടമൊക്കെ ഉണ്ട്. എങ്കിലും തൻ്റെ മനസ്സിലുള്ള ഒരു ബോധ്യത എന്താണെന്ന് അറിയാമോ? യഹോവയുടെ നാമം വിളിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. വേറെ വിധത്തിൽ പറഞ്ഞാൽ നാം ആരാണ് എന്ന് പറയുന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആരാണ്? ഹുവമായി, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ ഒരു ദാസനാണ്, ദൈവത്തിന്റെ ഒരു പൈതലാണ്, എൻ്റെ ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ട ഒരുവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ട ഒരുവനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഒരു പൈതലാണ്, ദൈവപൈതലാണ് എന്നൊക്കെയുള്ളതായിരിക്കുന്ന ഒരു ബോധമേ നമുക്ക് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പെരുമാറ്റങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ ബോധ്യതയാണ്.
പലപ്പോഴും നാം മറന്നു പോകുന്നത് എന്താണെന്നറിയാമോ? ആളുകളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ നാം ആരാന്നുള്ള കാര്യം അങ്ങ് മറന്നു പോകും. ലോകത്തിലെ ആളുകളെ പോലെ തന്നെ നാം അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണ്, സഭയുടെ ഡീക്കന്മാരാണ്, മൂപ്പന്മാരാണ്, സുവിശേഷ പ്രവർത്തകരാണ് എന്നൊക്കെ അവർ ഏതെങ്കിലും സന്ദർഭത്തിൽ അറിയുമ്പോൾ അവർ പറയും, എന്റെ ദൈവമേ, ആ മനുഷ്യൻ സുവിശേഷ വേലക്കാരനാണെന്നോ? അയാളുടെ ഒരു നോട്ടോ, അയാളുടെ ഒരു ഭാവവും, അയാളുടെ ഒരു വാക്കും, ഒരു പറച്ചിലും ഒക്കെ അല്ലേ, അയാളുടെ ഒരു വസ്ത്രധാരണവും അത് ദൈവത്തിലാണെന്നോ? ഞാൻ വിശ്വസിക്കുകയില്ല. നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നീ എന്ത് പറയും? ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം വിശ്വസിക്കത്തക്കതായിരിക്കുന്ന യാതൊരു തെളിവും നമ്മുടെ പെരുമാറ്റത്തിൽ ഇല്ല. ഒരു കപ്പ് കാപ്പി അതിലും കൊണ്ട് കൊടുത്താൽ ഒരു വാക്ക് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിട്ട് വേണ്ടേ കുടിക്കാൻ? പട്ടിയാന്നേലും വാലാട്ടിക്കൊണ്ടാണ് ചോറ് കംകാമെന്ന് കടിക്കുന്നത്. ഇത് അതുപോലും ഇല്ലാതെ ചില സമയത്ത് വിശ്വാസിയാണ് നാം എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകത്തക്ക യാതൊരുവിധമായിരിക്കുന്ന പെരുമാറ്റങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു ദേവദാസന്റെ മകള് ആ ഒരു സ്കൂളിൽ 100% വിജയം നേടാനായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ടീച്ചേഴ്സ് പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മോശമായ സ്റ്റുഡൻസിനെല്ലാം ഉത്തരം പറഞ്ഞു കൊടുക്കും. അപ്പൊ കണക്കിന് ഇവൾ അല്പം മോശമാണ്, അപ്പൊ കഷ്ടിച്ചൊക്കെ പാസ്സാകും. ആ വർഷത്തെ കണക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു. അപ്പൊ ഇവളിങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ ടീച്ചർ വന്ന് അവരുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, എന്താ ക്വസ്റ്റ്യൻ പ്രയാസമാണെന്ന് ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോ അടുത്ത ഇരിക്കുന്ന പെൺകൊച്ചെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ 2 ഷീറ്റ് എടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് കോപ്പി ചെയ്യാൻ പറഞ്ഞു. പിന്നെ അവള് പറഞ്ഞു, ഇതെനിക്ക് ചെയ്യാനൊക്കില്ല. എന്താന്ന് ചോദിച്ചു. ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരാളാണ്, എനിക്ക് ചെയ്യാൻ എഴുതിയില്ല. തോൽക്കുന്നെങ്കിൽ തോറ്റോട്ടോ, വിരോധമില്ല. പക്ഷേ ടീച്ചർ തന്നാലും ഞാനത് എഴുതുമില്ല, അത് തെറ്റാണ്. ഒരു സ്റ്റാൻഡ് എടുത്തതല്ലേ. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ എടുക്കണം. എനിക്ക് അപ്പോഴും കൊച്ചിനെ അറിയാം. അതെ, ആ വർഷം അവള് ജയിച്ചു കേട്ടോ, കഷ്ടിച്ച് ജയിച്ചു. കണക്കിന് മറ്റെല്ലാ വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി, കണക്കിന് കഷ്ടിച്ച് ജയിച്ചു. മിനിമം മാർക്ക് എന്ന് പറയില്ലേ, ഇതേ മോഡറേഷൻ കിട്ടി, അറിയില്ല, ഏതായാലും ജയിച്ചു. മതി, ഇത്രയും മതി. ടീച്ചർ പറഞ്ഞു കൊടുത്ത് വാങ്ങുന്ന മാർക്കിനേക്കാൾ നല്ലതല്ലേ കോപ്പി അടിക്കുകയില്ല എന്ന നിശ്ചയത്തോടു കൂടെ അറിയാവുന്നത് മാത്രം എഴുതി വാങ്ങുന്ന മാർക്ക്. നമ്മൾ പല സാഹചര്യങ്ങളിലും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനായിട്ട് നാം പല കാര്യങ്ങളും വഴിവിട്ട് ചെയ്യും, വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യും. ചെയ്യാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നു നമ്മുടെ സമൂഹത്തിന്. അത് പക്ഷെ ചെയ്യുന്നതിന് ന്യായീകരണമല്ല നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളത്. അല്ലെ അതിനുള്ള അവസരം കിട്ടുന്നു, അത് ന്യായീകരണമാണോ? അത് ന്യായീകരണമല്ല. നാം ഒരു സ്റ്റാൻഡ് എടുക്കണം. അത് ചെറുപ്പത്തിലെ പിള്ളേരെ അങ്ങനെ സ്റ്റാൻഡ് എടുത്ത് പഠിപ്പിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ എടുക്കാൻ പ്രയാസമായിരിക്കും, പക്ഷെ നമ്മളങ്ങനെ പഠിപ്പിക്കണം അവർ. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഞാൻ ദൈവത്തിന് നാമം വിളിക്കപ്പെട്ടവനാണ് എന്ന് യിരെമ്യാവ് തൻ്റെ ഐഡന്റിറ്റിയെ കുറിച്ച് വളരെ ബോധമുള്ളവനായിരുന്നു. അവനൊരു ഐഡന്റിറ്റിയെ ഉണ്ടായിരുന്നുള്ളൂ, അത് യഹോവയുടെ നാമം എടുത്ത പ്രവാചകൻ, യഹോവയുടെ പ്രവാചകനാണ്. യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ആ ഒരു പ്രയോഗം എത്ര ശ്രദ്ധേയമാണ്. പ്രവാചകൻ കർത്താവിനോട് പരാതിയായിട്ടല്ല അത് പറയുന്നത്. നിന്റെ പേര് എനിക്ക് ആവശ്യമില്ല, തന്നു, ഞാൻ പറഞ്ഞ അങ്ങനൊന്ന് പേരുണ്ടാന്ന്. ഇപ്പൊ എല്ലാവരും പറയുന്നു അല്ലേ, അങ്ങനല്ല പറഞ്ഞത്. വളരെ സന്തോഷത്തോടെ പറയുന്നത്, കർത്താവിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കാൻ പ്രത്യേക സംരക്ഷണവും പദവിയും തീർച്ചയായും തരണമേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അത് ന്യായമാണ്. എന്നാൽ താൻ തന്നെ ഓർപ്പിക്കുകയും ദൈവത്തിന് പറയുകയും, നിന്റെ നാമം വിളിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് ഞാൻ, എനിക്ക് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, അത് നീ അറിയുന്നു. 17ാമത്തെ വാക്യത്തിൽ പറയുന്നു, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തന്നെ കളിക്കാരൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. എന്ത് കളിയാണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. 1ാം സംഘത്തിൽ എഴുതിയപ്പോ ദുഷ്ടന്മാരുടെ ആളുകൾ പോലെ നടക്കരുത്, ഭാവികളുടെ വഴി ഇരിക്കരുത്, പരിഹാസത്തിന്റെ കൂട്ടത്തിൽ ഇരിക്കരുത്. അപ്പൊ ഇദ്ദേഹം പറയുന്നു, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ എന്നേ പറഞ്ഞു.
ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ. അത് എന്ത് കളിയായിരുന്നു എനിക്കറിയില്ല. മോശമായ കളികൾ വലുതായിരുന്നോ നല്ല കളികളായിരുന്നോ? ഏതായാലും പറഞ്ഞത്, രമ്യാവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമയം മുഴുവനും ഉപയോഗിച്ചിട്ടുള്ളത് വചനം വായിക്കാനും വചനം പറയാനും പ്രസംഗിക്കാനും കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാനും ഒക്കെയാണ്. ഞാൻ എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ പോലും, ഞാൻ പേഴ്സണൽ ലൈഫിൽ പോലും ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ചെന്നിട്ടില്ല. കളികൾ ഇടപെടുന്നത് തെറ്റാണെന്നൊന്നും വിശ്വസിക്കുന്ന ആളൊന്നും അല്ല ഞാൻ, കേട്ടോ. അങ്ങനൊന്നും അല്ല. പിള്ളേർ കളിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ യെരമ്യാവ് അങ്ങനെ പിള്ളേരുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ലല്ലോ. താൻ കർത്താവിൻ്റെ ഒരു ദാസനല്ലേ, കർത്താവിൻ്റെ ഒരു പ്രവാചകനല്ലേ. താനങ്ങനെ പോയി കളിക്കാരുടെ കൂട്ടത്തിരിക്കുക. ചീട്ട് കളിക്കുന്ന ആളുകളുടെ ചുറ്റും ചിലപ്പോൾ പലപ്പോഴും വലിയ സംഘം കാണും. അതിൻ്റെ കൂട്ടത്തിൽ എബ്രഹാം തോമസവരോട് പോയി ഇങ്ങനെ നോക്കിക്കുക. നിങ്ങൾ കണ്ടാലും നിങ്ങൾ എന്താ പറയും? നിങ്ങൾ നല്ലതൊന്നും പറയില്ല. നിങ്ങളും അങ്ങനെ നിൽക്കുന്ന ആളാണ്, നിങ്ങൾക്ക് അതൊരു മോറൽ ബൂസ്റ്റ് ആയിരിക്കും. എബ്രഹാം തോമസവരും ചെയ്യുമെങ്കിൽ പിന്നെ നമുക്ക് ഒത്തിരി ധൈര്യത്തോടെ ചെയ്യരുത്. വിളിച്ച് ചെയ്യേണ്ട കാര്യമല്ല. യിരെമ്യാവ് അങ്ങനെയല്ല. യിരെമ്യാവ് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ അന്ന് ലഭ്യമായിരിക്കുന്ന ഉല്ലാസമാർഗങ്ങളിൽ പലതും താൻ അനുഭവിച്ചിട്ടുള്ളൊരു മനുഷ്യനല്ല. അന്ന് സമൂഹത്തിൽ ലഭ്യമായ ഉല്ലാസമാർഗങ്ങളിൽ പലതും താൻ അനുഭവിക്കുമായിരുന്നില്ല. അത് തെറ്റായിരുന്നത് കൊണ്ടാണെങ്കിൽ വളരെ നല്ലത്. ഇനി ശരിയായിരുന്നെങ്കിലും തൻ്റെ സമയവും തൻ്റെ ശ്രദ്ധയും അവിടെ ആയിരുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വിശ്വാസികളിൽ ഒരുപാട് ആളുകളുടെ കൂട്ടുകാർ അവിശ്വാസികളാണ്. ഈ അവിശ്വാസികളുമായി കൂട്ടുകൂടുന്നത് അവരോട് സുവിശേഷം പറയാനൊക്കെ ആണെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായി വളരാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ വളർച്ചയെ അവർ തളർത്തും, അതിന് യാതൊരു സംശയമില്ല. കാരണം ഒരു ആത്മീയ വിഷയോട് സംസാരിക്കാനൊക്കില്ലല്ലോ. അവിശ്വാസികളെ 5-6 കൂട്ടുകാർ കൂടുന്നിടത്ത് നമുക്ക് ആത്മീയ വിഷയം സംസാരിക്കാനൊക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയാനൊക്കുമോ? ഒന്നും നോക്കില്ലല്ലോ. അവർ പറയുന്നതായിരിക്കുന്ന കളി തമാശകളിൽ നമ്മൾ പങ്കാളികളായി, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂട്ടാളിയാകുക. അപ്പോൾ അങ്ങനെ വിശ്വാസികൾ അവിശ്വാസികളുമായിട്ട് കൂട്ടുകൂടരുത്, പരിചയം പുലർത്താം. ഇംഗ്ലീഷിൽ പറയും നോ ഫ്രണ്ട്ഷിപ്പ് ബട്ട് അക്വൈൻറ്റൻസ്. അക്വൈൻറ്റൻസ്, പരിചയമാകാം. ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുമായിട്ടും പരിചയമാണ്. എവിടെ കണ്ടാലും ഹലോ എന്തുണ്ടെന്നൊക്കെ ചോദിക്കും. കൂട്ടുകാരല്ല. കൂട്ടുകാരെപ്പോഴും വിശ്വാസികളായ കുറേ ആളുകളുമായിട്ട്, അവരെക്കുറിച്ച് മാത്രമേ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രത്യാശ ഉള്ളൂ, അല്ലാത്തവരെ കുറിച്ചില്ല. ഞായറാഴ്ച മാത്രം വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് വരികയും മറ്റെല്ലാം ഇപ്പോഴും അവിശ്വാസികളുമായിട്ട് ഇടകലർന്ന് ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരെ കുറിച്ച് വല്ല പ്രത്യാശയ്ക്കും വഴിയുണ്ടോ? ഒരു പ്രത്യാശയ്ക്കും വഴിയില്ല. പക്ഷെ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും കാണുന്നത് വിശ്വാസികളായ ആളുകളെ. അത് വളരെ ആവൽകരമാണെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ യെരമ്യാവ് പറഞ്ഞു, ഞാനങ്ങനെ കളിക്കാരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്നിട്ടുള്ള ആളല്ല. അവിടെയൊക്കെ ഇരിക്കുന്നത് കാണുന്നതൊക്കെ ശരിയാണ്, അങ്ങനെ ഒരാളല്ല ഞാൻ. എന്നിട്ട് പിന്നെ പറയാണ്, നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുകയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിന്റെ മക്കളെ വേർപാട് പുലർത്തുന്നവരാണെന്നാ പറയുന്നത്. കർത്താവെ, ഞാൻ വേർപാട് പുലർത്തിയാ ജീവിച്ചെന്നുള്ളത് നിനക്കറിയാമല്ലോ. പലപ്പോഴും ഞാൻ തനിച്ചാണിരുന്നത്, ഏകനായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ അവിശ്വാസികളായിരുന്നു. ഏകാന്തത മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ്, നമുക്കറിയാം. അവിശ്വാസികളുടെ സംസർഗത്തിൽ ഇരിക്കുന്നതിനേക്കാൾ തനിയെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലത്. അതാണ് യെരമ്യാവ് ചെയ്തത്. അപ്പൊ കർത്താവിന്റെ മക്കൾ ലോകക്കാരിൽ നിന്നും വ്യത്യസ്തമായ നിലവാരം പുലർത്തുന്നവരുമായിരിക്കണം. ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദുഷ്ടന്മാരിൽ നിന്നും പാപികളിൽ നിന്നും പരിഹാസികളിൽ നിന്നും വേർപാട് പുലർത്തുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറഞ്ഞു, ഈ ലോകത്ത് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്ന് നിന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഈ ലോകത്ത് അനുരൂപമാകരുത്. നമ്മളെപ്പോഴും ആ വേർപാട് പാലിക്കേണ്ടത് ആവശ്യമാണ്. എന്നെ ഒരു 8ാം ക്ലാസ് തുടങ്ങി എൻ്റെ ടീച്ചേഴ്സ് എല്ലാം വിളിച്ച് ഉപദേശിക്കുന്ന കോളേജ് ചെന്നപ്പോഴും അങ്ങനെ ഉപദേശം പറഞ്ഞാട്ടുന്നു, ചോദ്യം ചോദിക്കുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കൊരു ലജ്ജയായിട്ട് തോന്നിയില്ല. കാരണം ആ പേരിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി വർത്താനം പറയുമ്പോൾ എന്തെങ്കിലും വേണ്ടാത്ത പറയണമെന്ന് പറയും. ഉപദേശിക്കുന്നല്ലേ ഞാൻ പറഞ്ഞേനെന്ന് പറയും. ഉപദേശം നിൽക്കുന്നു, അല്ലേ ഞാൻ പറഞ്ഞു. അപ്പൊ ഉപദേശി നിന്നാൽ
അതിൻ്റെതായിരിക്കുന്ന വ്യത്യാസം ഉണ്ട്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തീർച്ചയായും അതിന്റെ പ്രയോജനമുണ്ട്, ഒരു സംശയമില്ല. നമ്മളെ ഉൾപ്പെടുന്ന ഒരു പാർട്ടി അവർ നടത്തിയാലും അവിടെ മദ്യം വിളമ്പുമില്ല. കൊക്കക്കോളായോ പെപ്സിക്കോളായോ വല്ല വിളമ്പിയേക്കും, മദ്യം വിളമ്പുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവനെ വിശ്വാസിയാണ്, അവനത് അംഗീകരിക്കുന്നയാളല്ല എന്നവർ പറയും. കഴിഞ്ഞൊരു ദിവസം ആരാണെന്ന് എനിക്കറിയില്ല, ആരോ ഒരാളോട് പറയുമ്പോൾ അവരുടെ ക്ലാസ്സിലെയോ കോളേജിലെയോ ഒരു ടൂറ് ഞായറാഴ്ച വെച്ചിരുന്നത്. ആ ഒരു വിശ്വാസി മാത്രമേ ഉള്ളൂ അവിടെ വിശ്വാസിയായിട്ട്, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കുമല്ലോ. അവൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ വരില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ടൂർ പോയിക്കോളാൻ പറഞ്ഞു. ഞായറാഴ്ച ടൂർ വെച്ചാൽ വരാം. അവിടെ അവർ ടൂർ ക്യാൻസൽ ചെയ്തു. അങ്ങനെയെങ്കിൽ ടൂർ വേണ്ടെന്ന് പറഞ്ഞു. അത് വിശ്വാസികൾക്ക് അതിൻ്റെ അവരുടേതായ സ്വാധീനമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡ് നാം തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോ ഇരമ്യാവിന് അത് പറയുവാനായിട്ട് കഴിഞ്ഞു. ഇരമ്യാവിന് സാക്ഷ്യമായി പറയാനുള്ളത് അത് തന്നെയാണ്. ഞാൻ വേർപാട് പുലർത്തി ജീവിച്ചു, പലപ്പോഴും ഞാൻ തനിയാണ്, ഏകനായിരുന്നു. എൻ്റെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ലോകത്തിലെ കളിയാരുടെ കൂടത്ത് ഞാൻ ഇരുന്നിട്ടില്ല കർത്താവ്. ഇതൊക്കെ കർത്താവിനോട് പറയുക. കർത്താവിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നമ്മുടെ സാക്ഷ്യം ചിലപ്പോൾ കർത്താവിനോട് പറയുന്നത് നല്ലതാണ്. അത് നല്ലത്, അതിനുള്ള അനുഭവം നമുക്കുണ്ട് കർത്താവുമായി സംസാരിക്കുമ്പോൾ. അതെ, പക്ഷേ നാം പറയുന്നത് സത്യമായിരിക്കണം. അല്ലേ കർത്താവ് പറയും, എന്തിനാണ് ഈ നുണയെല്ലാം കൂടെ പറയുന്നത്? നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇന്നലെ പോയി അവരോട് തല്ലി എറിഞ്ഞു വരുന്നത്. നീ നല്ലവനാണെന്ന് ഭാവിക്കേണ്ട മോനെ, നിന്നെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നീ എത്ര നല്ലവരും അല്ലെന്നറിയാം. ഇത് പോയി നീ മാനസാന്തരപ്പെട്ട് നിന്റെ വഴികളെ തിരുത്താൻ കർത്താവ് പറയും. യെരമ്യാവിനോട് അങ്ങനെ പറയില്ല. യെരമ്യാവ് സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞവരാണ്. 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യം, എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കും, എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്ത്? നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? ഇപ്പോ യിരെമ്യാവിന് ഒരു ഡിപ്രഷൻ ബാധിച്ചിരിക്കുകയാണെന്ന് പറയും. ഈസ് അണ്ടർ ഡിപ്രഷൻ. ഈ ദൈവഭക്തന്മാരായിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു വല്ലാത്ത രോഗമാണ്, ഒരു മാനസിക രോഗമാണ് ഡിപ്രഷൻ വരിക എന്ന് പറയുന്നത്. വളരെ ഒരു എലീഷൻ എന്ന് പറയും, അതായത് വളരെ ഒരു ഉയർന്ന അവസ്ഥയിലെ അനുഭവത്തിലൊക്കെ അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് താഴേക്ക് പോവുക. ഞാൻ ദൈവവചനം കണ്ടെത്തി ഭക്ഷിച്ച ആളാണ്, ഞാൻ സന്തോഷിക്കുന്നയാളാണ്, അങ്ങനെയാണ്, ഞാൻ നിന്റെ ദാസനാണ്, ഞാൻ അങ്ങനെ വേർപാട് പാലിച്ച് ജീവിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ ദൈവം എന്നെ സഹായിക്കുന്നില്ലല്ലോ, എൻ്റെ ദൈവം എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ യിരെമ്യാവിനുണ്ടായ ഒരു അനുഭവമാണ് ഇതെന്ന് പറയുന്നത്. എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്ത്? അതെന്താ കർത്താവേ? ഞാൻ ഇങ്ങനെ ഭക്തനായിട്ട് ജീവിച്ചിട്ടും എനിക്കിത്രയും വേദന ഉണ്ടാകുന്നത് എന്താ? എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്താ? പല ദൈവദാസന്മാർക്കൊന്നും ഉണ്ടാവും. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നവീകരണത്തിന്റെ പിതാവ്. ഭയങ്കര ഡിപ്രഷനുള്ള ഒരാളായിരുന്നു. ഭയങ്കര ഡിപ്രഷൻ. ഒരു വർഷത്തിൽ ഒരു 2 മാസം ഡിപ്രഷൻ ബാധിച്ചിട്ട് കട്ടിലിൽ എഴുന്നേക്കില്ല. മലമൂത്ര വിസർജനം എല്ലാം അവിടെ തന്നെ ചെയ്യും. കാതറിന് അതെല്ലാം കോരി എല്ലാം എടുക്കണം. ആര് പറഞ്ഞാലും തിന്നുകയില്ല, കുടിക്കുകയില്ല, കുളിക്കുകയില്ല. ഇപ്പം വരുന്നു, പോപ്പിപ്പോരുവിനെ കൊല്ലാൻ. ഇപ്പൊ ദേ വരുന്നു എന്ന് പറഞ്ഞിരിക്കും. ദൈവം കയറി വരുന്നു. ഞാനിപ്പോ കേട്ടതാ കാലം. ഭയങ്കര ഡിപ്രഷൻ. അങ്ങനെ ഡിപ്രഷൻ ബാധിച്ചു. വേറെ ആർക്കും സഹായിക്കാനൊക്കെ ഇല്ല, കാതറിന് മാത്രമേ സഹായിക്കാനോ. കാതറിനെ വളരെ സൂക്ഷിച്ച് 1 മാസം 1.5 മാസം കഴിയുമ്പോൾ ലൂതർ ശക്തനാകും. പിന്നെ ലൂതർ ഒറ്റ ഓട്ടമാണ്, കുതിരയെ പോലെ. പിന്നെ ലോകത്തിലൊരു മനുഷ്യന്റെ ലൂതറിന്റെ കൂടെ ചെല്ലാനൊക്കെ അത്ര സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ദേവദാസന്മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ലൂതറിന്റെ ഡിപ്രഷൻ ശരിയാ, ഭയങ്കര ഡിപ്രഷനായിരുന്നു. കാതറിന് അറിയാമായിരുന്നു എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത്.
വേറെ ആർക്കും അറിയില്ല. വേറെ ഒരു മാനസിക ആശുപത്രി കൊണ്ട് തട്ടിയേക്ക് പറഞ്ഞു. കാതറിന് കട്ടിലിൽ തന്നെ ഇരുന്ന് ഒരിക്കൽ ലൂതർ ഡിപ്രഷന്റെ ആരംഭമാണ്. കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല, പല്ല് തേക്കുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. ബൈബിൾ വെച്ച് മുന്നേ ഇങ്ങനെ എന്ന് പറയില്ലേ, ഡെസ്പടിച്ചിരിക്കുക എന്ന് പറയില്ലേ. അപ്പോ ലൂതറിന്റെ ഭാര്യ ഒരു കറുത്ത കുപ്പായമൊക്കെ ഇട്ട്, അതായത് മരിച്ച ആളുകളെ കാണാൻ പോകുമ്പോൾ മാത്രം ജർമ്മൻകാരും യൂറോപ്യൻകാരും ധരിക്കുന്ന വസ്ത്രമുണ്ട്. മരണ വീട്ടിൽ പോകുമ്പോൾ ആ വസ്ത്രമൊക്കെ ധരിച്ച് തലയിൽ കറുത്ത ഹെഡ് കവറിങ്ങും ഒക്കെ ഇട്ട് മേളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ ലൂതർ പെട്ടെന്ന് കണ്ടു, ഇതാരെ ചത്തെന്ന് ചോദിച്ചു. ഇതാരെ മരിച്ചെന്ന് പറയും, നിങ്ങളുടെ ദൈവമായെന്ന് പറഞ്ഞു. നിങ്ങളുടെ ദൈവമായത്ത് ഞങ്ങൾ അടക്കിയേക്കാമെന്ന് ഞാൻ വിചാരിച്ച് ഇറങ്ങി വന്നാന്ന് പറഞ്ഞു. രാവിലെ തുടങ്ങി ഒരു ഇരിപ്പ്, ദൈവം ചത്തുപോയപ്പോൾ ലൂതറിന് പെട്ടെന്ന് സുബോധം വന്നു. ലൂതർ എതിരെ പോയി കുളിച്ചു. കാര്യം മനസ്സിലായി. അപ്പൊ ചില ഭാര്യമാർക്ക് ഇവരെ കൈകാര്യം ചെയ്യാനറിയാം. ചില ഭാര്യമാരെ ഇരിക്കുക, മുദേവി എവിടെ പോയി തൊലയിടൂ എന്ന് പറയും. അവരുടെ എവിടെങ്കിലും പോയി വെള്ളത്തെ ചാടുകയും ചെയ്യും. ഡിപ്രഷനുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഭയങ്കര പ്രയാസമാണ്. സുബോധമുള്ളവരെ കൈകാര്യം ചെയ്യുന്ന പ്രയാസമാണ്, പിന്നെ സുബോധം നഷ്ടപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്ന പ്രയാസം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഇരമ്യാവിനും അല്പം പിടിച്ചിരിക്കുക, അല്പം പിടിച്ചിരിക്കുക. ഇരമ്യാവ് ചോദിക്കുക, ഞാൻ ഇത്രയും ഭക്തനായി ജീവിച്ചു, ഇത്രയും പകരം വായിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചു, ഇത്രയും ദൈവത്തിന് ദാസനാന്നും പറഞ്ഞ് പ്രവചനവും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ഇടയിൽ നടന്ന് അടിയും കൊണ്ട് തല്ലും കൊണ്ടു എന്ന് എന്റെ വേദന നിരന്തരവും ഒരു മിനിറ്റ് ഇല്ലാതായി. എനിക്ക് വേദന, എന്റെ മുറിവ് പൊറുക്കില്ല, എന്തെല്ലാം മരുന്ന് ചെയ്തിട്ടും പൊറുക്കില്ല. മനസ്സിന്റെ മുറിവ്, ശരീരത്തിന്റെ മുറിവ്, എല്ലാ മുറിവും. അതുമാത്രമോ, നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ. ചതിക്കുന്നതോടെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഒഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേക്കും, ഒറ്റത്തുള്ളി വെള്ളമില്ല. ഏരിയാവിന് ഇന്ദ്രൻ തോണ്ടെടുക്കൊണ്ടിരുന്നില്ല, നീ ഇവിടുന്ന് കുടിച്ചോളാൻ പറഞ്ഞു. ഒരു ദിവസം കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഓരോ കുഴിയിലും ചെല്ലുമ്പോൾ താൻ നോക്കി നിൽക്കുമ്പോൾ വെള്ളം താഴേക്ക് പോകും. ശരി, ഇതെന്തൊരു കാര്യമാണ്. ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ. ചില സമയത്ത് നമുക്ക് ദൈവത്തെ അങ്ങനെ തോന്നുന്നു, ദൈവത്തെക്കുറിച്ച് തോന്നും, ദൈവം എനിക്ക് യാതൊരു പ്രയോജനമില്ല. ഇത്രയും കാലം ഞാൻ സത്യസന്ധമായി ജീവിച്ചിട്ട്, കർത്താവിന് വചനം പ്രസംഗിച്ചിട്ട്, ഞാൻ ദൈവവചനം പഠിച്ചിട്ട്, ഞാൻ കർത്താവിന് വേണ്ടി സുവിശേഷം ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ഇപ്പൊ കണ്ടില്ലേ, എൻ്റെ പിള്ളേരൊന്നും ജയിക്കുന്നുമില്ല, അവർക്കാർക്കും ജോലിയില്ല, അവരെയൊന്നും കല്യാണവും നടക്കുന്നില്ല, താമസിക്കാനും വീടുമില്ല, ഉപജീവനത്തിന് കാര്യവുമില്ല, ദൈവവും ഇല്ല, ആരുമില്ല. എല്ലാവരും പറയുന്നത്, എവിടെയാടാ നിന്റെ ദൈവം, നിന്റെ ദൈവം എവിടെയാടാ, നീ വലിയ ഉപദേശി ഭക്തനുമായിട്ട് നടന്നിട്ട് ഇപ്പൊ എന്ത് പറ്റിയടാന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു അനുഭവം ദൈവമക്കൾക്ക് ഉണ്ട് കേട്ടോ. ദൈവം ചിലപ്പോൾ നമ്മളെ അതിൽ നിന്ന് സ്പെയർ ചെയ്യും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമുക്ക് ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. യിരെമ്യാവിന് അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഉണ്ടെന്ന് ദൈവത്തിന് അറിയാവുന്ന ഇച്ചിരി കൂട് കൊടുത്തു. ലൂതറിനും നന്നായിട്ട് കൊടുത്തു. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ദൈവദാസന്മാർ. മാനസിക രോഗികൾ. അയ്യോ, ഡിപ്രഷൻ വന്നാലത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവദാസനെ കൊണ്ട് ഞാൻ യാത്ര ചെയ്യുക ട്രെയിനിൽ. അദ്ദേഹം ഒരു സ്ഥലത്ത് വന്നപ്പോൾ, അദ്ദേഹം ഡിപ്രഷനിലൊന്നും എനിക്കറിയാം, ഡിപ്രഷനിലാണ് ആളിരിക്കുന്നത്. ഒരു സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഡിപ്രഷൻ ഇളകി എന്നെ കയറി ഒരു കെട്ടിയൊരു പിടുത്തം അങ്ങ് പിടിച്ചിട്ട് ഭയങ്കര കാര്യം, ഞാനിപ്പം മരിക്കും, ഞാൻ മരിക്കാൻ പോവാ എന്നും പറഞ്ഞ്. ഞാൻ വിഷമിച്ച്, ഒത്തിരി ആളുകൾ, ട്രെയിൻ നിറച്ച ആളുകളല്ലേ, എന്നേക്കാളും 10 വയസ്സെങ്കിലും 15 വയസ്സെങ്കിലും കൂടുതലുള്ള ഒരാളാണ്. എനിക്ക് ഏറ്റവും അടുത്ത സ്നേഹിതനുമായിരുന്നു. എന്തോരം പ്രയാസം. ഇപ്പം മരിക്കും, എന്നെ വീട്ടിൽ കൊണ്ടുവിടണം, എൻ്റെ ഭാര്യയും മക്കളൊക്കെ കൊണ്ടുവിടണം. എനിക്ക് ആ സമയത്ത് ഒരു വിധത്തിൽ പോകാനൊക്കെ ഇല്ല. ഞാൻ അവിടെ തന്നെ അദ്ദേഹത്തെ വേറൊരാളെ വിളിച്ചു വരുത്തി ആ ട്രെയിനിൽ നിന്ന്, ആ ട്രെയിൻ അങ്ങോട്ട് പോകുന്ന ട്രെയിനല്ല, അദ്ദേഹത്തെ നാട്ടിലേക്ക് ഞാൻ ടിക്കറ്റ് എടുപ്പിച്ച് അന്ന് തന്നെ ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അവിടെ കൊണ്ടുപോയി ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് 6 മാസം ചികിത്സിച്ചൊക്കെ ഭേദമായി. അപ്പോൾ ചില സമയങ്ങളിൽ ഡിപ്രഷൻ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. യിരെമ്യാവിനും അങ്ങനെ ഡിപ്രഷൻ ബാധിച്ചു. നിങ്ങളെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? യിരെമ്യാവിന് ഡിപ്രഷൻ ബാധിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ദൈവത്തോട് പറയാ, നീ ചതിക്കുന്ന ഒരാളാണ്, ചതിക്കുന്ന തോട് പോലെയാണ്, നിന്നെ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ആളല്ല, പറ്റിപ്പോകുന്ന ആളാണ്. ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയും കേൾക്കുന്നില്ല, എത്ര ചോദിച്ചിട്ട് തരുന്നുമില്ല, ദൈവത്തോട് കരന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.
വേറെ എവിടെ പോകുന്നു? പട്ടിണി കിടന്ന് ചാകുമായിരിക്കും എന്ന് വിചാരിച്ച സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയുള്ള സന്ദർഭമൊക്കെ ഉണ്ടായിട്ടുണ്ട്. യാതൊരു ഗത്യന്തരവും ഇല്ല, ഇവിടെ തീർന്നതിനെ എന്ന് തോന്നിയിട്ടുള്ള സന്ദർഭമുണ്ട്. പക്ഷെ അവിടെ ഒന്നും തീർന്നിട്ടില്ല. 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. യിരെമ്യാവേ, ഡിപ്രഷൻ കളയുക, എന്നെ കുറ്റം പറയാതെ നീ എന്റെ അടുക്കിലേക്ക് വരിക. അതെ, ഈ കുറ്റം പറഞ്ഞുകൊണ്ട്, ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് സഹായം കിട്ടുകയില്ല കേട്ടോ. ഇല്ല, നമുക്കുള്ള പ്രശ്നം അതാ. നമുക്ക് ഈ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് വാഗ്ദത്തമുണ്ട്, 100,000 വാഗ്ദത്തമുണ്ട്. ബൈബിൾ എന്തെല്ലാം വാഗ്ദത്തം എഴുതി വെച്ചിരിക്കുന്നത്? യാതൊരു കാശിൽ പറ്റിയില്ലാത്ത കുറെ വാഗ്ദത്തങ്ങൾ. പ്രാർത്ഥിച്ച തരാമെന്ന് പറയും. എത്ര കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നീ വാക്ക് പാലിക്കാത്ത ദൈവമാണ്. ഇതൊക്കെ ദൈവത്തോട് പറഞ്ഞാൽ വല്ല ഗുണവും ദൈവത്തിന് വരുമോ? വല്ല ഗുണം വരുമോ? ഒരു ഗുണവും വരുമില്ല. പിന്നെ എന്ത് വേണം? തിരിച്ചു വരണം. കർത്താവേ, നീ അല്ലാതെ വേറെ സഹായമൊന്നുമില്ല. നിന്റെ വഴികൾ എൻ്റെ വഴികളല്ലെന്നറിയാം. ഞാൻ എൻ്റെ കയറിൻ്റെ അറ്റത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയും. ഐ ഹാവ് കം ടു ദി എൻഡ് ഓഫ് മൈ റോപ്പ്. കയറിൻ്റെ അറ്റത്ത് വന്നാൽ പിന്നെ കയറെ പിടിച്ചാൽ ഇങ്ങനെ നമ്മൾ വേവിട്ട് കയറുന്ന അവസാനം വന്ന കയറിൻ്റെ അറ്റത്ത് വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ഇനിയും ദൂരം പോകാനുണ്ട്. കയറ് നമ്മൾ കൂടെ താഴെ കുഴിയിലേക്ക് ഇടൂന്നൊരു പോക്ക് പോകും. അങ്ങനെയല്ല, കർത്താവ് പറഞ്ഞു, പരിഹാരമുണ്ട് മോനെ, പരിഹാരമുണ്ട്. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായു പോലെയാകും. ഈ അധമമായത് എന്താണ്? ദൈവമായി ഞാൻ ചതിക്കുന്നതോടാണെന്നും പറ്റിപ്പോകുന്നതാണെന്നും പ്രാർത്ഥന കേൾക്കാത്തവനാണെന്നും ഒക്കെ നീ എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കുമോ? നിന്നെ സഹായിക്കുകയില്ല. നമ്മുടെ ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ പറയും. ഓ, ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, ബൈബിൾ വായിച്ചിട്ട് കാര്യം, എത്ര കാലമായി ബൈബിൾ വായിക്കുന്നത്? മീറ്റിങ്ങിന് പോയി എൻ്റെ ഗുണമാണ്? ഒരു ഗുണവും. ഞാൻ ഇനി ഇതിനൊന്നും പോകുന്നില്ല. അല്ല, അതിലൊക്കെ അവന് വിശ്വാസിയല്ല, നിരീശ്വരൻ. നോക്കി അവന് സന്തോഷമായിട്ട് ജീവിക്കുന്നത്, അവൻ്റെ മക്കളൊക്കെ എന്ന് മിടുക്കരാണ്. ഞാനിങ്ങനെ ഭക്തിയെ നമ്മൾ നടക്കുക, വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവും. ഇനി ഞാൻ ഈ പരിഹാരിക്കില്ല. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കില്ല. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ യോനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കടലാനയുടെ വയറ്റ് മുട്ടുകുത്തണം. യഹോവേ, നീ നീതിമാനാകുന്നു എന്ന് പറയണം ദൈവത്തോട്. നീ നല്ലവനാകുന്നു, നീ കരുണയുള്ളവനാകുന്നു, നീ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു എന്നൊക്കെ പറയണം. അതെ, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായു പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ അതിശയങ്ങൾ ഒന്നെന്തെന്നറിയാമോ? നമ്മളെ എതിർത്ത് നിൽക്കുന്ന ആളുകൾ, നമ്മുടെ പക്ഷമല്ല, നമ്മളെ എതിർത്ത് നിന്ന ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ അനുകൂലമാകും. അവർ നിന്റെ പക്ഷം തിരിയും. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന ആളുകളെ ഓൾ അബൌട്ട് ഹാൻഡ് എന്ന് മിലിറ്ററി ഓഫീസർ പറയുമ്പോൾ തിരിയുന്നത് പോലെയാണ് അവർ ഇങ്ങോട്ട് തിരിയുന്നത്. ദൈവം അവരെ ഇങ്ങോട്ട് തിരിക്കുന്നതല്ല എന്ന് പറയാൻ കഴിയും. ഇതുവരെ എന്നെ ഉപദ്രവിച്ചവർ ഇപ്പോൾ എനിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? അതൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ദൈവം വലിയവനാണ്. ദൈവത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. പ്രതീക്ഷിക്കാത്ത നിലയിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. പക്ഷെ നാം ഒരിക്കലും ദൈവത്തിനെതിരെ ഒരു വാക്ക് പറയരുത്, ഒരു വാക്ക് പോലും പറയരുത്. അതെ, ഞാൻ നിന്നെ ഈ ജനത്തെ ഉറപ്പുള്ള ധാമ്രഭിത്തിയാക്കി തീർക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. യിരെമ്യാവ് എന്തെല്ലാം കാര്യങ്ങൾ വിചാരിച്ചു, ഇതോടുകൂടെ തീർന്നെന്ന് വിചാരിച്ചു. തീർന്നില്ല യിരെമ്യാവേ. ജീവനുള്ള ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. നിന്റെ വിശ്വാസത്തിന്റെ ശോധന എന്നാണ് യാക്കോബയെ കുറിച്ച് പറഞ്ഞ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധന. ആ ശോധന ഇല്ലാതെ നമുക്ക് സ്ഥിരത ഉണ്ടാവില്ല. സ്വർണം തീരിട്ട് ഉരുക്കാതെ മാറ്റു കൂടുകയില്ല. അല്ലെങ്കിൽ അതിനകത്തെ ചെമ്പും ഇരുമ്പും ഈയവും എല്ലാം അതിൽ കാണും. അത് ഉരുക്കിയാണ് ശുദ്ധീകരിച്ചെടുക്കുന്നത്. നമ്മളെ മാറ്റി കൂട്ടാനായിട്ട് ദൈവം കുറേ ഉരുക്കും. ചില ആളുകളെ ഉരുക്കാൻ തുടങ്ങുമ്പോഴേ പറയും, എനിക്ക് മാറ്റും കൂട്ടണ്ട, ഒന്നും കൂട്ടണ്ട, ദയവായിട്ട് എന്നെ അങ്ങ് വിട്ടേക്കാമോ എന്ന് ചോദിക്കും. ദൈവം അവരെ വിടുമോ പറ്റുമോ? എനിക്കറിയില്ല. വിടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ഇച്ഛയ്ക്കെതിരെയൊക്കെ ദൈവം അങ്ങനെ നിർബന്ധിച്ചിരുമോ?
എന്നാൽ കർത്താവെ എന്നെ ഉരുക്കണമേ, എന്നെ ശോധന ചെയ്യണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ 24 മാറ്റാക്കണമേ എന്ന് നമ്മൾ പറഞ്ഞ കർത്താവ് എന്ത് ചെയ്യും? പിന്നെയും പിന്നെയും ചൂള കൂട്ടി 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 നമ്മളെ ഉരുക്കി 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 നമ്മളെ അടിച്ചു പരത്തി വീണ്ടും ഉരുക്കി 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 നല്ലൊരു ഉരുപ്പിടിയാകും. അതാ ഇപ്പൊ യിരെമ്യാവിന്റെ ജീവിതത്തിൽ കണ്ടത്. അപ്പൊ അതിനുവേണ്ടിയൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണം, സംശയമില്ല. അതിനുവേണ്ടിയൊക്കെ നിന്ന് കൊടുക്കണം. ഈ ഉരുക്കലും അടിക്കലും ഓക്കെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന തലോടല. സാരമില്ല മോനെ, സാരമില്ല മോനെ, ഞാനുണ്ട്. ചിലപ്പോ ദൈവം നമ്മൾ നീന്തറിയാത്തവനെ എടുത്ത് ഭയങ്കര കടലിലേക്ക് എറിയുന്ന പോലെ ഒരൊറ്റ ഏറാ. നമ്മൾ ഒരു പ്രാവശ്യം മുങ്ങി വെള്ളം കുടിച്ച്, 2 പ്രാവശ്യം മുങ്ങി വെള്ളം കുടിച്ച്, 3-ാം പ്രാവശ്യം മുങ്ങുമ്പോ അഴിക്കുന്നൊരു കൈ വന്ന് നമ്മൾ മേപ്പെട്ട് പൊക്കും. എവിടെ നീ കൈ വന്നത് പോലും അറിയില്ല. അതാണ് ദൈവത്തിന്റെ വാണ്. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം മുങ്ങി താഴുമ്പോൾ നമ്മൾ നീന്ത് പഠിക്കും. പിന്നെ നമ്മൾ മുങ്ങി താഴും. നീന്ത് പഠിപ്പിക്കണേ കുറെ പ്രയാസമാണ്. എനിക്ക് നീന്തറിയില്ല, ഞാൻ ഒന്ന് മുങ്ങി താണതേ ഉള്ളൂ. എന്നല്ല 2-3 പ്രാവശ്യം മുങ്ങി താണ, അതോടുകൂടെ നീന്ത് നിർത്തി. നീന്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ യിരെമ്യാവിന്റെ ഈ മാതൃക ഞാൻ പറഞ്ഞ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് ഞാൻ പറയട്ടെ. വാട്ട് ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ക്രിസ്ത്യ ജീവിതം? ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ജീവിതമാണ്. അതിന് ഇങ്ങനെയൊക്കെ ചില വശങ്ങളുണ്ട്. അതൊന്നും നാം തള്ളിക്കളയരുത്. ചില സമയങ്ങളിൽ ദൈവം നമ്മെ പൊട്ടനാക്കും, നമ്മെ വിഡ്ഢിയാക്കും, നമ്മെ പരാജയപ്പെടുത്തും, നമ്മെ തീച്ചുളികൾ കടത്തും, പട്ടിണിയിടും. ഇതൊക്കെ ചിലപ്പോൾ ദൈവം ചെയ്യും. അപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ മുറുകെ പിടിച്ചുകൊള്ളണം. എന്തുകൊണ്ട് കർത്താവെ എന്ന് ചോദിക്കാതെ കർത്താവെ രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറയാം. നീ നല്ലവനും നീ വിശ്വസ്തനുമാണ്. നീ എന്നെ പറഞ്ഞ പോലെ നീ എന്നെ കൊന്നാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. അതാ ഭക്തി. നീ എന്നെ കൊന്നാലും, കൊന്ന പിന്നെ എങ്ങനെ കാത്തിരിക്കുന്നത്? പറഞ്ഞു കൊന്നാലും കാത്തിരിക്കും. അതാണ് ഒരു ഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. മരണത്തിനപ്പുറത്തും നിലനിൽക്കുന്നതായിരിക്കുന്ന പ്രത്യാശയും വിശ്വാസമാണ് അവനുള്ളത്. അതുകൊണ്ട് യിരെമ്യാവിനെ പോലെ നമുക്കാകാം. എന്നാൽ യിരെമ്യാവിന്റെ ഈ ഡിപ്രഷൻ, വിഷണ്ണത നമ്മെ ബാധിക്കാതെ ഇരിക്കട്ടെ. പക്ഷേ അങ്ങനെയുള്ള വിഷണ്ണതകൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. അത് വന്നാൽ അത് അവസാനമല്ല, അതിനപ്പുറത്ത് ഉദ്ധാരണത്തിന്റെ ദൈവമുണ്ട്. ദൈവം നമ്മെ ആ ഉദ്ധാരണത്തിലേക്ക് കൊണ്ടുപോകും എന്ന സത്യം നാം മറക്കാതെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.